മഹ്ള നോവ ഒഗ്ല മിൽക്ക തിർസ. അപ്പോ സെലോഫഹാദിന്റെ മക്കള് ആ മക്കള്. അപ്പോ ഇത് രണ്ടും കൽപ്പിച്ചാണ്. മ്യാൻമറിൽ പ്രവർത്തിച്ച മിഷനറി ഇതിൽ ആരാണ്? ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാവുന്നതാണ്. മ്യാൻമാർ എന്ന് പറയുന്ന ചോദിക്കും. ബർമ്മ അല്ലേ? മ്യാൻമറും ബർമയൊക്കെ സമാനമാകാൻ സാധ്യതയുണ്ട്. ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ സംശയമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം, സമ്മാനത്തുകയായിട്ട് പോകാം, മ്യാൻമാർ മൂവായിരത്തിലേക്ക് മടങ്ങി. ഇനി തിരുത്താൻ പറ്റില്ല, അദോണിറാം ജഡ്സൺ അല്ലേ പറഞ്ഞത് ബർമയിൽ ഞാൻ യേശുവിന്റെ ക്രൂശ് സ്ഥാപിച്ചിട്ടേ ഞാൻ മടങ്ങും എന്നുള്ളത്. അങ്ങനത്തെ വായിച്ചു. സന്തോഷമുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഇല്ലാതായി. കാരണം പാസ്റ്റർ പറഞ്ഞ പ്രായമുള്ളവർക്കാണ്. ഞാൻ അത്ര പ്രായമുള്ളതായിട്ട് ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ, +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. പ്രേക്ഷകർക്കും ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗമാകാൻ ഇതാ ഒരവസരം. ഇന്ന് രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ബൈബിൾ ബ്രെയിൻസ് എപ്പിസോഡിന്റെ 3 സമയങ്ങളിലായി 3 സൂചനകൾ. ആദ്യം ശരിയുത്തരം അയക്കുന്ന വ്യക്തിക്ക് 1000 രൂപ വിലമതിക്കുന്ന സമ്മാനം. ചോദ്യങ്ങൾക്കായി കാത്തിരിക്കൂ, ഉത്തരങ്ങൾ അയക്കൂ, സമ്മാനങ്ങൾ നേടൂ. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9473727226 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന് ശരിയുത്തരം പടക്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന് വിജയി ബിൻസി കെ അടൂർ. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Live. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനത്രേ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. കാണാതെ പോയിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എവിടെ? അതൊരു പക്ഷേ ജീവിതത്തിൽ കുറവുകളില്ലാത്ത മനുഷ്യനില്ല, വീഴ്ചകളില്ലാത്ത മനുഷ്യനില്ല, തകർച്ചകളില്ലാത്ത മനുഷ്യനില്ല. വിശുദ്ധ ബൈബിളിന്റെ സന്ദേശം
അത് വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് നീതിമാന്മാർക്ക് വേണ്ടിയിട്ടുള്ളതുമല്ല. അതിലെല്ലാം ഉപരി പാപികളെ തേടിയാണ് യേശു ക്രിസ്തു വന്നിട്ടുള്ളത്. നാം ഏതെങ്കിലും മാനസിക തകർച്ചയിലൂടെ പോകുമ്പോൾ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സന്ദേശമല്ല വിശുദ്ധ ബൈബിൾ. നമ്മളെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പന്റെ സ്നേഹമാണ്. അതല്ലേ ബൈബിൾ പറയുന്നത്, ദൈവം സ്നേഹം തന്നെ. ആ സ്നേഹം അനുഭവിപ്പാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്. അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ബൈബിൾ ബ്രെയിൻസിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് ഉദയ എന്നാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ്, കൊല്ലം അയത്തിൽ. ഉദയ, ഇതൊരു ഡിഫറെന്റ് പേരാ. സാധാരണ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഞങ്ങളൊരു അന്നമ്മ, ചിന്നമ്മ, പൊന്നമ്മ എന്ന് പറഞ്ഞ് നമ്മൾ പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആ ഒരു സെറ്റ് പേര് എല്ലാവർക്കും സാധാരണ അങ്ങനെ. ഉദയ എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് പേരാണ്. അങ്ങനെ ഒരു പേര്, ആ പേര് കിട്ടിയത് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്, പക്ഷെ അത് ഇപ്പം ഇല്ലാതായി. കാരണം പാസ്റ്റർ പറഞ്ഞ് പ്രായമുള്ളവർക്കാണെന്ന്. ഞാൻ അത്ര പ്രായമുള്ളതായിട്ട് ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പ്രായമുള്ളവർക്ക് ഉദയാന്ന് പേര്. ചെറുപ്പക്കാർക്കാണ് സാധാരണ ഉദയ എന്നൊക്കെ പേര് വരേണ്ടത് എൻ്റെ ഒരു ഇതിൽ. അതുകൊണ്ട് പ്രായമുണ്ടെന്ന് പറഞ്ഞല്ലോ കേട്ടോ. എനിക്കും പ്രായമില്ല, നമ്മൾ ഒരു പ്രായക്കാരാണെന്ന് ചിന്തിച്ചാൽ. ഞാനത് അംഗീകരിച്ചിട്ടുമില്ല. അപ്പൊ ഇനി വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, 2 മക്കള്. ഹസ്ബൻഡ്, 2 മക്കള്. മക്കള് എന്ത് ചെയ്യുന്നു? മൂത്ത മോന് ബിടെക് 3-ാം വർഷം, ബിടെക് 3-ാം വർഷം. ഇളയ മോൻ ബികോം 2-ാം വർഷം. ബികോം 2-ാം വർഷം. രണ്ടുപേരും അവരുടെ പഠിത്തത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ്. നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാമെന്നൊരു തീരുമാനം ഉണ്ടായത്? ഞങ്ങളെ പോലുള്ളവർ ഇവിടെ ജീവിച്ചിരിക്കുന്ന 4 പേര് കാണട്ടെ. 4 പേര് അറിയണം. മത്സരിക്കുന്നുണ്ട്. അപ്പം നമുക്കും ബൈബിൾ ജ്ഞാനം ഉണ്ട്, അല്ലേ? വലുതായിട്ടൊന്നും ഇല്ല. നല്ലതായിട്ടില്ല. അതൊരു അതിവിനയത്തിന്റെ ഭാഷയാണോ? നമുക്ക് അധികം ചോദിച്ച് ഞാൻ സങ്കടപ്പെടുത്തുന്നില്ല. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നു പോകാം. ചോദ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നമ്മുടെ മത്സരത്തിന്റെ നിബന്ധന അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിലെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിയുമ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കും. 1000 രൂപ സേഫ് സോണാണ്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. പഴയ നിയമമോ പുതിയ നിയമമോ ഏതെങ്കിലും തിരഞ്ഞെടുക്കാം. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. ആ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 3000 രൂപ സമ്മാനത്തുകയിൽ എത്തിച്ചേരും. ആ 3000 രൂപ ഒരു സേഫ് സോൺ ആണ്. അവിടെ വേണമെങ്കിൽ മത്സരം അവസാനിപ്പിക്കാമല്ല, മുൻപോട്ട് പോയാൽ മിഷണറി ചരിത്രത്തിൽ നിന്നോ ലോക മതങ്ങളിൽ നിന്നോ ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നോ ഉള്ള ചോദ്യങ്ങളായിരിക്കും. ഏത് തിരഞ്ഞെടുക്കുന്നു അതിൽ നിന്നാണ് ചോദ്യം വരിക. ആ റൗണ്ട് അവസാനിക്കുമ്പോൾ 6000 രൂപ സമ്മാനത്തിലെത്തും. അവിടെയും വേണമെങ്കിൽ മത്സരം അവസാനിപ്പിക്കാം. ഒടുവിൽ 12ാമത്തെ ചോദ്യം 10,000 രൂപയുടെ ബമ്പർ ചോദ്യമാണ്. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. എന്തെങ്കിലും ആശങ്കയുണ്ടോ ഇത് സംബന്ധിച്ച്? ഇല്ല. എങ്ങനെയാണ് ബൈബിൾ ജ്ഞാനം നേടിയത്? ബൈബിൾ കൂടുതൽ വായിക്കാറുണ്ടോ, അതോ പ്രസംഗങ്ങൾ കേൾവിയാണോ, ബൈബിൾ ക്വിസുകളിൽ പങ്കെടുക്കാറുണ്ടോ, ഏതാണ്? ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ബൈബിൾ വായിക്കുമായിരുന്നു. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ബൈബിൾ വായിക്കുന്നു. ഏതാണ് കൂടുതൽ വായിക്കുന്നത്? പുതിയ നിയമമാണോ പഴയ നിയമമാണോ? ഞാൻ അങ്ങനല്ല, കണ്ടിന്യൂസ് വായിച്ചു പോവാണ്. കണ്ടിന്യൂസ്. എത്ര ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ബൈബിൾ വായിച്ച്? പല പ്രാവശ്യം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബൈബിൾ വായിച്ച്. അതൊരു അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ബൈബിൾ വായിച്ച് ഫിനിഷ് ചെയ്യുന്നത്. ഒരു തവണ ബൈബിൾ മുഴുവൻ വായിച്ച് തീർക്കാൻ എത്ര സമയം എടുക്കും? മീൻസ് എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിക്ക് പോകുന്ന ആളായതുകൊണ്ട് ഞാൻ ഒരധ്യായമാണ് വായിക്കുന്നത്. പിന്നെ അങ്ങനെയല്ല, പിന്നെ ജോലിക്ക് പോകുമ്പോഴും ഇടയ്ക്കൊക്കെ ലഞ്ച് ടൈം, ബ്രേക്ക്, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ എടുത്തു വെച്ച് ബൈബിൾ എടുത്തു വെച്ച് വായിക്കും. അങ്ങനെ കൃത്യമായിട്ട് ഇത്ര അധ്യായം വായിക്കുന്നൊന്നുമില്ല. ചിലപ്പോൾ 1 വർഷത്തിൽ കൂടുതൽ എടുക്കും. ഒരു തവണ ഫിനിഷ് ചെയ്യാൻ 1 വർഷത്തിൽ കൂടുതൽ എടുക്കും. ചിലപ്പം അതിനേക്കാളും മുമ്പേ ഫിനിഷ് ചെയ്യും. കാരണം നമുക്ക് സമയം കിട്ടുന്നതിന്, കാരണം വീട്ടിൽ വെച്ച് സമയം കിട്ടത്തില്ല. വീട്ടിൽ ജോലിയുണ്ട്, ജോലിക്ക് പോയാലും ജോലിയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കിട്ടുന്ന സമയങ്ങളാണ് നമ്മൾ ഇങ്ങനെ വായിക്കാനായിട്ട്. കൂടുതൽ സംസാരിക്കാനിരിക്കത്തില്ല, ബൈബിൾ എപ്പോഴും എടുത്ത് വെച്ച് വായിക്കും. അങ്ങനെ ഒരു പ്രചോദനമാണ് മറ്റുള്ളവർക്ക് ബൈബിൾ വായിക്കാൻ. നമ്മുടെ സമയങ്ങൾ വേർതിരിച്ച് ബൈബിൾ വായിച്ച് ഫിനിഷ് ചെയ്യാൻ. ഇപ്പൊ ജോലിക്കാർക്കും ബൈബിൾ വായിക്കാം. ഏത് പ്രൊഫഷനിടയിലും ലഞ്ച് ടൈം വായിക്കാം.
ഏത് പ്രൊഫഷനിടയിലും ബൈബിൾ വായിക്കാം എന്നുള്ളൊരു പ്രചോദനമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടന്നു പോകാം. ഒന്നാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം: വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നത് ആര്? ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി യോഹന്നാൻ സ്നാപകൻ, ഓപ്ഷൻ സി യേശുക്രിസ്തു, ഓപ്ഷൻ ഡി പത്രോസ്. ഇവരിൽ ആരാണ് വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നത്? ആലോചിക്കും. യോഹന്നാൻ സ്നാപകൻ, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി യോഹന്നാൻ സ്നാപകൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നു. ഉറപ്പിക്കാം ഉത്തരം ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഉത്തരം ഉറപ്പിച്ചിരിക്കുകയാണ്. യോഹന്നാനാണ് എഴുത്തുകാരൻ ഏറ്റവും കൂടുതൽ വെളിച്ചവും ഇരുളും തമ്മിലുള്ള പ്രതിപാദ്യം നൽകിയിരിക്കുന്നത്. ബൈബിൾ വായിച്ചപ്പോൾ അതും ശ്രദ്ധിച്ചിരിക്കണമല്ലോ, അല്ലേ? ഇരുള്, വെളിച്ചം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത് യോഹന്നാനാണ്. എഴുത്തുകാരനായ യോഹന്നാനായിരിക്കില്ലേ മിക്കവാറും വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് യേശുവിന്റെ കാര്യം രേഖപ്പെടുത്തിയ യോഹന്നാനാണ്. സംശയമില്ല, ഉത്തരം ഉറപ്പിക്കണം. നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ സ്നാപകൻ. ഉത്തരം ശരിയാണോ? യെസ്, യോഹന്നാൻ സ്നാപകൻ ഉത്തരം ശരിയാണ്. ബൈബിൾ വായിച്ചത് നന്നായി വായിച്ചു എന്ന് തെളിയിക്കുന്നതാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു പോകാം. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം: മുന്തിരിച്ചക്കിനരികെ ഗോതമ്പ് മെതിച്ചത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ ഇബ്താഹ്, ഓപ്ഷൻ ബി തോല, ഓപ്ഷൻ സി ഗിദെയോൻ, ഓപ്ഷൻ ഡി ശിംശോൻ. ഇവരിൽ ആരാണ് മുന്തിരിച്ചക്കിനരികെ ഗോതമ്പ് മെതിച്ചത്? ഓപ്ഷൻ സി ഗിദെയോൻ. ഓപ്ഷൻ സി ഗിദെയോൻ. ഉറപ്പിക്കുവാണല്ലോ? അതെ അതെ, ഓപ്ഷൻ സി ഗിദെയോൻ ഉത്തരം ഉറപ്പിക്കാം. അതിലൊരു അസ്വാഭാവികത അതിനകത്തുണ്ട്. ഈ മുന്തിരിച്ചക്കിനരികെ വെച്ച് എന്തിനാ ഗോതമ്പ് മെതിക്കേണ്ടത്? അതിന് മെതിക്കളം ഉണ്ടാകണമല്ലോ, അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഗിദെയോൻ ആണെങ്കിൽ ഗിദെയോൻ അങ്ങനെ ചെയ്തത്? മിദ്യാന്യരെ പേടിച്ചിട്ട്. മിദ്യാന്യരെ പേടിച്ച്. അപ്പൊ അവര് ഗോതമ്പ് വിളയുന്ന കാലത്ത് ഗോതമ്പ് പാടങ്ങളിലാണ് വരാൻ സാധ്യത. അത് മുന്തിരിയുടെ കാലമല്ലായിരിക്കാം, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. നമ്മൾ എപ്പോഴും വയസ്സായിരിക്കണം. നമുക്ക് ദൈവം നൽകുന്ന സാഹചര്യങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയും കൂടെ പ്രവർത്തിപ്പിക്കണം. നമ്മളൊരു എന്താ പറയുന്ന അതിനൊരു പ്രചോദനം നമ്മളിൽ നിന്നുണ്ടാകണം. റൈറ്റ്, നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ഗിദെയോൻ. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി ഗിദെയോൻ ഉത്തരം ശരിയാണ്. 500-ൽ നിന്ന് 600-ആയി സമ്മാനത്തുക ഉയർന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ചു പോകാതെ ഒരു കൂട്ടരെ നമ്മളെ കണ്ടിരിക്കുന്നുണ്ട്, അവരോടുകൂടെ ചോദിക്കാം. നമുക്ക് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകളാണ് പ്രേക്ഷകർക്കുള്ളത്. ആ സൂചന ശ്രദ്ധിച്ച ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരം സമർപ്പിക്കുക. കമന്റായും ഉത്തരം ഇടുന്നതിൽ തെറ്റില്ല, പക്ഷേ സമ്മാനത്തുക ലഭിക്കണമെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉത്തരം സമർപ്പിക്കുക. ഇതാ നിങ്ങൾക്കായുള്ള ആദ്യത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ആദ്യ സൂചന: ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന്റെ ഒരു പുസ്തകമാണ് ഇന്നത്തെ ചോദ്യത്തിന് ആധാരം. യഹോവ ഭക്തിക്കാണ് ആ പുസ്തകം പ്രാധാന്യം നൽകിയിരിക്കുന്നു എങ്കിലും യഹോവയ്ക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ സൂചനകൾ. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ഇപ്പൊ നമുക്ക് തുടരാം. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ലാബ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലാബ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പഴയ കാലത്തെ കുട്ടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാ. ഞങ്ങളുടെ കാലത്തൊക്കെ സാറുമാരെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പേടിയാണ്. സാർ ഇതുവഴി വന്ന് നമ്മൾ അപ്പുറേ വഴി പോകും. ഈ കാലത്ത് അങ്ങനെ ഇല്ല. ഇപ്പം ടീച്ചേഴ്സുമായിട്ട് റീൽസും ഡാൻസും ഒക്കെ കളിക്കുന്ന ഒരു കാലം ഈ കാലം. അങ്ങനെയൊക്കെ തന്നെയല്ലേ? അങ്ങനെ മാത്രമല്ല, ഇപ്പൊ കുട്ടികളെ കാണുമ്പോൾ ടീച്ചേഴ്സും മാറി ഒതുങ്ങി പോകുന്ന കാലമാണ്. ടീച്ചേഴ്സ് മാറി ഓടുന്ന കാലം. അതെന്താ മാറി ഓടുന്നേ? അത്രയ്ക്ക് ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെയുള്ളൊരു കാലത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു എക്സൈസുകാർ പറയുന്ന 318 സ്കൂളിൽ ലഹരിയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പേടിക്കേണ്ട ഒരു സമൂഹമായി വിദ്യാർത്ഥി സമൂഹം മാറുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. ശരിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യം: അമ്മ മകനൊരു പേരിട്ടു, അത് മാറ്റി അവന് പുതിയ പേരിട്ട പിതാവ് ആരാണ്?
ഓപ്ഷൻ എ യാക്കോബ്, ഓപ്ഷൻ ബി അബ്രഹാം, ഓപ്ഷൻ സി ആദാം, ഓപ്ഷൻ ഡി മോശ. ഇതിലാരാണ് മകന് പുതിയ പേരിട്ട പിതാവ്? ഓപ്ഷൻ എ യാക്കോബ്. ഓപ്ഷൻ എ യാക്കോബ്. ഉത്തരം ഉറപ്പിക്കാം. ഓപ്ഷൻ എ യാക്കോബ്. ഉത്തരം ഉറപ്പിക്കാം. വളരെ നിസ്സാരമായിട്ട് ഇതൊക്കെ ചെറുത് എന്ന് പറഞ്ഞാണ് ഉത്തരം പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഇത് വളരെ ലളിതമായിട്ട് അറിയാവുന്ന. ഇപ്പൊ ഈ ഉദയ എന്ന് പേര് ലഭിച്ചപ്പം അത് മാറ്റിയിടണമെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് മാറ്റിയിട്ട പേര് ആക്ച്വലി, അതുകൊണ്ട് ഇത് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കും. മാറ്റിയിട്ട പേര് ഉദയ. ഇതിനു മുമ്പത്തെ പേര് പറയാൻ പറ്റുമോ? ജ്യോതി എന്നാണ് എൻ്റെ അമ്മ എനിക്ക് പേരിട്ടിരുന്നത്. ഒന്നല്ലേ? പക്ഷെ എൻ്റെ അച്ഛനാണത് ഉദയാന്ന് മാറ്റിയിട്ട്. ഉദയാന്ന് മാറ്റി. ഞാനും പേര് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇനിയും പറ്റില്ല. പറഞ്ഞിട്ട് കാര്യം. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ ക്ലാസ്സിൽ വേറെ 3 ജിനു ഉണ്ട്. ആ 3 ജിനു പെൺകുട്ടികളായിരുന്നു. അവര് കേൾക്കുന്നുണ്ടായിരുന്നു. ആകെ ആൺകുട്ടിയായിട്ടുള്ളൊരു ജിനു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയ്ക്കും അപ്പനും, എനിക്കൊരു ജ്യേഷ്ഠനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ജ്യേഷ്ഠന് ശേഷം അവരൊരു പെൺകുട്ടിയെ പ്രതീക്ഷിച്ചത്. പക്ഷെ വന്ന് ഞാൻ അപ്പൊ പിന്നെ ആ പെൺകുട്ടിക്ക് ഇടാൻ വെച്ചിരുന്ന പേര് എനിക്ക് അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. ഏതായാലും യാക്കോബിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കണം. അമ്മ ഒരു യാക്കോബ് ആണെങ്കിൽ അമ്മ ഇട്ടൊരു പേര് അവന് വ്യസനപുത്രൻ എന്ന് പേരിട്ടപ്പോൾ അത് മാറ്റി വലങ്കയുടെ പുത്രൻ എന്ന് പേരിട്ടത് അപ്പനാണ്. നമുക്ക് പരിശോധിക്കാം ഏതപ്പനാണ് വ്യസനപുത്രനെ വലങ്കയുടെ പുത്രനാക്കിയത്. ഓപ്ഷൻ എ യാക്കോബ്. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ യാക്കോബ്. ഉത്തരം വളരെ ശരിയാണ്. അപ്പോൾ 800 രൂപ സമ്മാനത്തുകയായി ഉയർന്നിട്ടുണ്ട്. ഇനിയും മുൻപോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. 4ാമത്തെ ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞാൽ 1000 രൂപ സമ്മാനത്തുക ഉറപ്പിക്കാവുന്നതാണ്. 4ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ദമ്പതികളിൽ ഒരേ ദിവസം മരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരൊക്കെ? ഓപ്ഷൻ എ എലിസബത്തും സെക്കരിയാവും, ഓപ്ഷൻ ബി യാക്കൂബും റാഹേലും, ഓപ്ഷൻ സി അബ്രഹാമൻ സാറ, ഓപ്ഷൻ ഡി അനന്യാസ് ആൻഡ് സഫീറ. ആരാണ് ഒരേ ദിവസം മരിച്ച ദമ്പതികൾ? ഓപ്ഷൻ ഡി അനന്യാസ് സഫീര. ഓപ്ഷൻ ഡി അനന്യാസ് സഫീറ. ഉറപ്പിക്കുകയാണല്ലോ? ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി അനന്യാസ് ആൻഡ് സഫീറ ഉറപ്പിക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് ദമ്പതികളുടെ ആഗ്രഹമാണ്. മരിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് മരിക്കണം, നീ ഇല്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീയില്ലെന്നൊക്കെ പറയുന്ന ആളുകളുള്ളൊരു സമയം. പക്ഷേ ദൗർഭാഗ്യവശാലാണോ ഭാഗ്യവശാലാണോ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരുമിച്ച് മരിച്ചത്, സത്യം പറഞ്ഞാൽ ഇവരെ ഒരുമിച്ച് മരിക്കാൻ കാരണം അത് പുതിയ നിയമത്തിലൊരു ദൈവഭയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവം ആക്ഷൻ എടുത്ത ഒരു ഭാഗമാണ്. അപ്പൊ ദൈവത്തിന് അങ്ങനെയും ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഹെരോദാവ് ക്രിമിക്കിരയായ കാര്യമടക്കം ഈ കാര്യത്തിൽ ഈ ദമ്പതികൾ ഒരു ദിവസം മരിച്ചതടക്കം. അപ്പോൾ ദൈവകാര്യത്തിൽ നമ്മൾ അനാവശ്യമായി ഇടപെടുന്നു. ഇവിടുത്തെ കാര്യം അവരുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ്. എനിക്ക് തോന്നുന്നു പണം എടുത്തു വെച്ചത് കൊണ്ട് ശിക്ഷ വന്നതായിരിക്കണമെന്നില്ല. ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വ്യതിചലനം ഉണ്ടാകുമ്പോൾ, സഭ കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങളെ അതിനെതിരെ നമ്മൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ, സഭയ്ക്ക് വിഘാതം സൃഷ്ടിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം ഇടപെട്ടെന്ന് വരാം എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് പരിശോധിക്കാം. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി അനന്യാസ് ആൻഡ് സഫീറ. ഉത്തരം ശരിയാണോ? അനന്യാസ് ആൻഡ് സഫീറ ഉത്തരം വളരെ ശരിയാണ്. ആദ്യത്തെ റൗണ്ട് പൂർത്തീകരിച്ച് 1000 രൂപ സമ്മാനമായി ലഭിച്ച് ആ സമ്മാനത്തുക സേഫ് സോണിൽ എത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഒരു വിശ്വാസം, ഒരു ധൈര്യം അകത്തുണ്ടോ? പോകാം, മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് മത്സരം അവസാനിപ്പിക്കണമെന്ന് തോന്നിയാൽ മത്സരം അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് 7-8 ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ ടൈമർ ശ്രദ്ധിക്കേണ്ട. ഉത്തരം പറയാൻ ആലോചിക്കാം. ആലോചിച്ച് ഉത്തരം പറയാനുള്ള സമയം എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ 2 ഓപ്ഷനാണുള്ളത്. പുതിയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വേണമോ പഴയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വേണോ? ഏതായാലും മതി. അല്ലെ, ഏതെങ്കിലും എടുക്കാം. പഴയ നിയമം ആയിക്കോട്ടെ. പഴയ നിയമം. അത്ര ധൈര്യമുണ്ട്. പഴയ നിയമത്തിൽ അഗാധമായ അറിവുണ്ട്. അത്യാവശ്യം അറിയാം. അഗാധമായ അറിവില്ലെങ്കിലും വായിച്ചവർക്ക് മനസ്സിൽ പഴയ നിയമ ചരിത്ര ഭാഗങ്ങളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലേഖനങ്ങളെക്കാൾ താരതമ്യേന മനസ്സിൽ ചരിത്രങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. അല്ല, പാസ്റ്റർ പറഞ്ഞ് ആരും പഴയ നിയമം ഇത് ചൂസ് ചെയ്യുന്നില്ല, പുതിയ നിയമം മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ.
അപ്പൊ ഞാൻ ഓർത്തു അതിനൊരു മാറ്റം ഉണ്ടായിക്കോട്ടെ. അതിനൊരു മാറ്റമുണ്ട്. ആ ധൈര്യത്തെ ഞാൻ പ്രശംസിച്ചിരിക്കുന്നു. പക്ഷെ പഴയ നിയമത്തിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യം, രണ്ടാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം. നോഹയുടെ കാലത്ത് യഹോവയായ ദൈവം സർവ്വജഡത്തോടും ചെയ്ത നിയമത്തിന് അടയാളമായി വെച്ചത് എന്ത്? ഓപ്ഷൻ എ ഒലിവില, ഓപ്ഷൻ ബി വില്ല്, ഓപ്ഷൻ സി പെട്ടകം, ഓപ്ഷൻ ഡി പ്രാവ്. എന്താണ് ദൈവം അടയാളമായി വെച്ചത്? ഓപ്ഷൻ ബി വില്ല്. ഓപ്ഷൻ ബി വില്ലാണ് ദൈവം അടയാളമായി വെച്ചത്. ഓപ്ഷൻ ബി ലോക്ക് ചെയ്യാം. ഉറപ്പാണ്? വിശ്വാസത്തിൽ വന്നു എന്ന് ഇടയ്ക്ക് പരാമർശിച്ചത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വിശ്വാസത്തിൽ വന്നിട്ട് എന്താണ് പ്രത്യേകമായിട്ട് ഉണ്ടായ മാനസികമായിട്ടുള്ള അനുഭവം? സന്തോഷം, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അതോ ക്രിസ്തുവിൽ വന്നതിന്റെ ഒരു ആനന്ദം ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ 21 വയസ്സിലായപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്. ഈ ബൈബിൾ വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്നും, സ്വർഗമുണ്ടെന്നും, നരകമുണ്ടെന്നും, നിത്യശിക്ഷാവിധി ഉണ്ടെന്നും, നിത്യമായ സ്വർഗം ഉണ്ടെന്നും അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് എനിക്ക് ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം. മാത്രമല്ല, മറ്റേത് ഞാൻ ഏത് കല്ലിനെ കണ്ടാലും, മണ്ണ് കണ്ടാലും, എന്തോ ഉണ്ടാക്കി വെച്ചാലും, തടി കൊണ്ടൊരു രൂപം ഉണ്ടാക്കി വെച്ചാലും, കല്ലുകൊണ്ടൊരു രൂപം ഉണ്ടാക്കി വെച്ചാലും അതെല്ലാം ദൈവമാണെന്ന് പറഞ്ഞ് പൂജിക്കും. മാത്രമല്ല, അന്ധവിശ്വാസം കൊണ്ട് എല്ലാം കാണുന്നതല്ല. ഇപ്പൊ ഒരു പൂച്ച കുറുക്കിയാടിയാലും അന്ധവിശ്വാസം, നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നാലും അന്ധവിശ്വാസം. ഇതെല്ലാം മാറ്റം. എല്ലാം യേശുക്രിസ്തുവിൽ വന്നപ്പോഴാണ് ജീവനുള്ള ദൈവം ഉണ്ടെന്നും, ആശ്രയിക്കാൻ ഏത് പ്രതിസന്ധി വന്നാലും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്നും, വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്നും മനസ്സിലായത് ഈ കർത്താവിനെ കണ്ടതിന് ശേഷമാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി വില്ല് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി വില്ല് ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി വില്ല് ഉത്തരം വളരെ ശരിയാണ്. പഴയ നിയമം തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടും നന്നായി. ആരും തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ലളിതമായ ചോദ്യങ്ങളാണ് പഴയ നിയമത്തിൽ. അതുകൊണ്ട് ഇനിയും അടുത്ത ആളുകൾ വരുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇതാ, ഞാൻ പ്രേക്ഷകരോട് ഒരു വാക്ക് ഒന്നുകൂടെ സംസാരിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിന്റെ സൂചനകളിലേക്കാണ്. സൂചന ശ്രദ്ധിച്ച് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഉത്തരം സമർപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന. യഹോവയ്ക്ക് വെറുപ്പ് എന്ന് ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗങ്ങളിലാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. അപ്പൊ നമുക്ക് ഈ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെന്ന് മീഖ പറയുന്നത് ഏത് ദേശത്തോടാണ്? എ യെരൂശലേമിനോട്, ഓപ്ഷൻ ബി ബെത്ലഹേമിനോട്, ഓപ്ഷൻ സി എരിഹോവിനോട്, ഓപ്ഷൻ ഡി ബethേലിനോട്. നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതെന്ന് മീഖ പറഞ്ഞതാണ്. ഓപ്ഷൻ ബി ബേത്ലഹേം. ഓപ്ഷൻ ബി ബെത്ലഹേം. ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി ബെത്ലഹേം ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ഉറപ്പാണല്ലോ? യെരൂശലേം, സംശയമൊന്നുമില്ല. ഉറപ്പാണ്? ഉറപ്പാണ്. ധൈര്യം. ഓക്കെ, ഓപ്ഷൻ ബി നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി ബെത്ലഹേം ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി ബെത്ലഹേം ഉത്തരം വളരെ ശരിയാണ്. സമ്മാനത്തുക 1500 നിന്ന് 2000 എത്തിയിട്ടുണ്ട്. ഇവിടെ അവസാനിപ്പിച്ചാൽ 2000 രൂപയായി മടങ്ങിപ്പോകാം. മുൻപിലേക്ക് പോയി എവിടെങ്കിലും തെറ്റിപ്പോയാൽ 1000 സേഫ് സോണിലേക്ക് മടങ്ങി വരേണ്ടി വരും. അപ്പൊ അടുത്ത ചോദ്യം മുതൽ ടൈമർ ശ്രദ്ധിക്കേണ്ട, ആലോചിക്കാം. ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം, തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. യഹൂദന്മാർ പൂരീം എന്ന് പേർ വിളിച്ച നാളുകൾ ഏതാണ്? ഓപ്ഷൻ എ ആദാർ മാസം 14, 15 തീയതികൾ. ഓപ്ഷൻ ബി ആബീബ് മാസം 1, 2 തീയതികൾ. ഓപ്ഷൻ സി ആബീബ് മാസം 13, 14 തീയതികൾ. ഓപ്ഷൻ ഡി ആദാർ മാസം 9, 10 തീയതികൾ. യഹൂദന്മാർ പൂരീം എന്ന് പേർ വിളിച്ച ആ നാളുകൾ ഏതാണ്? ടൈമർ ശ്രദ്ധിക്കേണ്ട, ആലോചിക്കാൻ സമയമെടുക്കാം.
ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. അവസാനിപ്പിച്ചാൽ 2000 രൂപ സമ്മാനം ഉള്ളതാണ്. ആശയക്കുഴപ്പം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. പറയാണ് ഓപ്ഷൻ എ ആധാർ മാസം 14-15 തീയതികൾ. പറയുകയാണ്, നിർത്തുന്നില്ല, ആലോചിക്കണ്ട. അത് കൺഫ്യൂഷൻ ഉണ്ട്. 13, 14 ആണോ 14, 15 ആണോ? ഏതായാലും ഓപ്ഷൻ എ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, ചൂസ് ചെയ്തിരിക്കുന്നത്. അതാണ്. ഏതായാലും ഒരു 14 ഉണ്ടെന്ന് ഉറപ്പുണ്ട് അല്ലേ? ആ ഓക്കെ, ഒരു 14 ഉണ്ട്. 14-15 തീയതികൾ ഉറപ്പിച്ചാൽ മതി. 14-15 തീയതികൾ. വേറെ അത് ആബീബ് മാസമാണോ സംശയമുണ്ട്, ആധാറാണോ ആബീബാണോ സംശയമുണ്ട്. ഇല്ല, ഇനി ചോദ്യകർത്താവ് കുഴപ്പിച്ചു എന്ന് ചിന്തിക്കണ്ട. അത് ഞാൻ നോക്കിയില്ലായിരുന്നില്ലേ? അതോട് നോക്കൂ. ഓപ്ഷൻ എ ഉറപ്പിക്കട്ടെ. ഓപ്ഷൻ എ ഉറപ്പിച്ചു. ഓപ്ഷൻ എ ഉറപ്പിക്കുകയാണ്. ആധാർ മാസം 14-15 തീയതികൾ. ആബീബ് മാസമാണോ? ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, ഏതായാലും അത് തന്നെ ഉറപ്പിച്ചാൽ. എനിക്ക് തോന്നുന്നു ഈ പൂരിം പെരുന്നാളിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഏത് പുസ്തകത്തിലാണെന്ന് ഓർക്കുന്നുണ്ടോ? എസ്തേറിന്റെ പുസ്തകത്തിൽ മൊർദെഖായി ഒക്കെ സംബന്ധിച്ച് യഹൂദന്മാർക്ക് അവർക്കെതിരെ വരുന്ന ഇപ്പോഴാണ് അത് ആധാറാണോ അബീബാണോ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ ഈ പത്രോസിന്റെയും അന്ത്രയോസിന്റെയും പിതാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ ഓപ്ഷനകത്ത് സെബദി എന്നുണ്ടായി. പെട്ടെന്ന് കണ്ടത് സെബദി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നും ആകെ ഒരു അപ്പന്റെ പേര് പെട്ടെന്ന് ഒത്തിരി പറഞ്ഞിരിക്കുന്ന സെബദി എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് ഓപ്ഷൻ കാണുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം ഉത്തരം പറയാം. അപ്പൊ നമുക്ക് പരിശോധിക്കാം. 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആധാർ മാസം 14-15 തീയതികൾ. ഉത്തരം ശരിയാണോ? ആധാർ മാസം 14-15 തീയതികൾ. ഉത്തരം വളരെ ശരിയാണ്. 2000-ൽ നിന്നും സമ്മാനത്തുക 2500-ൽ എത്തിയിട്ടുണ്ട്. മുൻപോട്ട് പോകുമ്പോൾ ആശങ്കയുണ്ടെങ്കിൽ അവസാനിപ്പിച്ചോണം. അതെ, ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം അവസാനിപ്പിച്ചാൽ മതിയോ? ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം അവസാനിപ്പിച്ചാൽ മതി. അവസാനിപ്പിക്കണ്ട, ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം അവസാനിപ്പിക്കാം. മുന്നോട്ട് പോകാം. ഭയമൊന്നുമില്ല, ഒരു ധൈര്യം വരുന്നുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഉള്ള ധൈര്യം കൂടെ പോയി. ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓർത്ത സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് ടഫായിട്ടുള്ള, പക്ഷെ ഇത് പാസ്നോട് ചോദിച്ചത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെല്ലാം എനിക്കറിയാവുന്നതായിരുന്നു. ഇതിനു മുമ്പിലത്തെ എപ്പിസോഡിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെന്നാണ് പറയുന്നത്. അതെല്ലാം അറിയായിരുന്നു. അത് അവസാനം ചോദിച്ച ക്വസ്റ്റ്യൻ അറിയാമായിരുന്നു. എല്ലാവർക്കും തുല്യമായ പരീക്ഷയില്ല. പക്ഷെ ഒരു കാര്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ ആർക്കും നേരിട്ടിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിച്ച് മുൻപോട്ട് പോകാം. ഈ റൗണ്ടിലെ അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. തങ്ങളുടെ അപ്പൻ മകനില്ലാതെ മരിച്ചു പോയത് കൊണ്ട് അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ തങ്ങൾക്ക് അവകാശം വേണം എന്ന ആവശ്യപ്രകാരം മോശയുടെ അടുക്കൽ എത്തിയ പുത്രിമാർ എത്ര? ഓപ്ഷൻ എ 4 പേര്, ഓപ്ഷൻ ബി 5 പേർ, ഓപ്ഷൻ സി 3 പേർ, ഓപ്ഷൻ ഡി 7 പേർ. മോശയുടെ അടുക്കൽ കുറച്ച് പെൺകുട്ടികൾ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ അപ്പന്മാർ മരിച്ചുപോയി, അതുകൊണ്ട് ഞങ്ങൾക്കൊരു അവകാശം തരണം. അത് എത്ര പേരാണ്? അവരുടെ എണ്ണമാണ്. ഓപ്ഷൻ ബി 5 പേര്. ഓപ്ഷൻ ബി 5 പേരുകൾ. ഓർക്കുന്നുണ്ട്? പറയാൻ പറ്റൂ? മഹ്ല, നോവ, ഒഗ്ല, മിൽക്ക, തിർസ. അപ്പോ സെലോഫഹാദിന്റെ മക്കള്, പെൺമക്കള്. അപ്പൊ ഇത് രണ്ടും കൽപ്പിച്ചാണ്. പക്ഷെ എനിക്ക് മറ്റേ മിഷണറീസ് വരുമ്പോ അറിയില്ല. മിഷണറീസ് വരുമ്പോ ഞാൻ വായിച്ചില്ല. അതെനിക്ക് സന്തോഷമുണ്ട്. തമാശയായിട്ട് പറയുന്ന കേട്ടോ, അങ്ങനെ മനസ്സിലെടുക്കരുത്, ശ്രദ്ധിച്ചു. 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 5. ഉത്തരം ഉറപ്പിക്കാം. ഓപ്ഷൻ ബി 5 ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് പറയുകയും ചെയ്തു. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി 5 ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി 5 ഉത്തരം വളരെ ശരിയാണ്. ഉത്തരം നൽകി 3000 രൂപയുടെ സേഫ് സോണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ബൈബിൾ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് ജോലി സമയങ്ങളിലൊക്കെ ബൈബിൾ വായിക്കാറുള്ളത് മാത്രമല്ല, അപ്പം പ്രേക്ഷകർ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. ജോലി സമയത്ത് ബൈബിൾ വായിച്ചാൽ ബൈബിൾ വായിക്കുന്നതിലൂടെ അറിവും വിജ്ഞാനവും ദൈവകൃപയും നേടാം. അതോടൊപ്പം നിങ്ങൾക്ക് ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ അവസരവും ഉണ്ടാകും. അങ്ങനെ ബൈബിൾ വായിക്കാൻ ഉദയാന്റിയിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രോത്സാഹനം തരികയാണ്. പണവും കിട്ടും.
പണവും കിട്ടും. എപ്പോഴും പണം കിട്ടണമെന്നില്ല, നമുക്ക് പരിശോധിക്കാം. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. അപ്പോ അടുത്ത റൗണ്ടിൽ പോകുമ്പോൾ 3 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. മൂന്നാമത്തെ റൗണ്ടിലെ 3 ഓപ്ഷനുകൾ: 1 ലോക മതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, 2 മിഷണറിമാരുടെ ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, 3 ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? ഇത് 3 എനിക്ക് അറിയാൻ വയ്യാത്തതാണ്, അതുകൊണ്ട് മിഷണറിമാരെ കുറിച്ച് ചോദിച്ചു നിർത്താം. 3 അറിയാൻ വയ്യ, എന്നാലും മിഷണറിമാരെ കുറിച്ച് ചോദിച്ചു നിർത്താം. എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ മിഷണറിമാരെ കുറിച്ച്? സൺഡേ ഏതെങ്കിലും ഓർക്കുന്ന 2 മിഷണറിമാരുടെ പേര് പറ. സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ വില്യം കേറിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ ഒഴിവാക്കണം. ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നും അറിയത്തില്ല, ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല. ആദ്യം മുതലേ ഒന്നും അറിയില്ല എന്നാ പറയുന്നത്. ഏതായാലും നമുക്ക് പരിശോധിക്കാം. മിഷണറിമാരുടെ റൗണ്ടിൽ നിന്ന്, മൂന്നാമത്തെ റൗണ്ടിൽ നിന്ന് 1-ാമത്തെ ചോദ്യം: ഡെറോത്തി ഏത് മിഷണറിയുടെ ഭാര്യയായിരുന്നു? ഡെറോത്തി. ഓപ്ഷൻ എ റോബർട്ട് എഫ് കുക്കിന്റെ, ഓപ്ഷൻ ബി ജോർജ് ബെർഗിന്റെ, ഓപ്ഷൻ സി വില്യം കേറിയുടെ, ഓപ്ഷൻ ഡി ജോൺ മാഷ്മാന്റെ. ആരുടെ ഭാര്യയായിരുന്നു ഡെറോത്തി? ഓപ്ഷൻ സി വില്യം കേറിയുടെ. ഉറപ്പിക്കുകയാണ്? ആ ചോദ്യം തന്നെ വന്നതുകൊണ്ട് കൃത്യമായിട്ട് ഓപ്ഷൻ സി വില്യം കേറി ഉത്തരം ഉറപ്പിക്കുകയാണ്. വില്യം കേറിയുടെ ഭാര്യയാണ് ഡെറോത്തി. റോബർട്ട് എഫ് കുക്ക് ചർച്ച് ഓഫ് ഗോഡിന്റെ മിഷണറിയായി, പിന്നീട് AGയുടെ മിഷണറിയായി, പിന്നീട് വീണ്ടും ചർച്ച് ഓഫ് ഗോഡിന്റെ മിഷണറിയൊക്കെ ആയി കേരളത്തിൽ പ്രവർത്തിച്ച ആളാണ്. സമാനമായ ഒരു പേരാണ് റോബർട്ട് എഫ് കുക്കിന്റെ വൈഫിന്റെ. റോബർട്ട് എഫ് കുക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ വായിച്ചു കൊടുത്തു. കഴിഞ്ഞ വർഷം ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, പക്ഷെ അതെല്ലാം അന്നേരം കളഞ്ഞു. പഠിപ്പിക്കുന്നുണ്ട് മിഷണറിമാരെ. സൺഡേ സ്കൂളിന്റെ 12th ഞാനാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് പരിശോധിക്കാം. 9-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി വില്യം കേറി. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി വില്യം കേറി ഉത്തരം വളരെ ശരിയാണ്. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ ആൾ 4000 രൂപ സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഈ റൗണ്ടിലെ 2-ാമത്തെ ചോദ്യം, 10-ാമത്തെ ചോദ്യം: മ്യാൻമറിൽ പ്രവർത്തിച്ച മിഷണറി ആരാണ്? ഓപ്ഷൻ എ അഡോണിറാം ജഡ്സൺ, ഓപ്ഷൻ ബി ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഓപ്ഷൻ സി ഹഡ്സൺ ടൈലർ, ഓപ്ഷൻ ഡി വില്യം കേറി. മ്യാൻമറിൽ പ്രവർത്തിച്ച മിഷണറി ഇതിൽ ആരാണ്? ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാവുന്നതാണ്. മ്യാൻമാർ എന്ന് പറയുന്ന ബർമ അല്ലേ? മ്യാൻമറും ബർമയൊക്കെ സമാനമാകാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ എ അഡോണിറാം ജഡ്സൺ. ഓപ്ഷൻ എ അഡോണിറാം ജഡ്സൺ ഉറപ്പിക്കുകയാണ്? ഓപ്ഷൻ എ അഡോണിറാം ജഡ്സൺ. ഓപ്ഷൻ എ അഡോണിറാം ജഡ്സൺ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ വില്യം കേറി ബർമയും മ്യാൻമറിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഇങ്ങനെ ചോദിക്കല്ലേ, എന്റെ തല ചങ്ക് തകരുന്നു. ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. സംശയമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം, സമ്മാനത്തുകയായിട്ട് പോകാം. മ്യാൻമാർ 3000-ലേക്ക് മടങ്ങി പോയി. ഇനി തിരുത്താൻ പറ്റില്ല. അഡോണിറാം ജഡ്സൺ അല്ലേ പറഞ്ഞത്? ബർമയിൽ ഞാൻ യേശുവിന്റെ ക്രൂശ് സ്ഥാപിച്ചിട്ടേ ഞാൻ മടങ്ങും എന്നുള്ളത്. അങ്ങനെ വായിച്ചു, മിഷണറിമാരെ കുറിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ദൈവം സഹായിക്കട്ടെ. നമുക്ക് നോക്കാം 10-ാമത്തെ ചോദ്യത്തിന് ഉത്തരം. ഇല്ല, ഞാനതേ അങ്ങനെയല്ല. വേണ്ട, അങ്ങനെയല്ലത്. ഞാനേ സംഭവം ഞാൻ റിലീജിയൻ ആയിരുന്നു എടുത്തത്. അപ്പൊ അതിനകത്ത് കുറെ ഊമന്റെ പേരുകൾ വരുന്നു. അപ്പൊ എനിക്കത് ഇഷ്ടമല്ല വായ കൊണ്ട് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 3-ാമത്തെ അധ്യായം വായിച്ചു നിർത്തിയപ്പോ അവിടെ നിർത്തി. 3-ാമത്തെ അധ്യായം വരെ വായിച്ചിട്ട് അവിടെ നിർത്തി. 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് വേണമായിരുന്നു. ഓക്കെ. ഓപ്ഷൻ എ അഡോണിറാം ജഡ്സൺ ഉത്തരം ശരിയാണോ? അഡോണിറാം ജഡ്സൺ ആണ് മ്യാൻമറിൽ പ്രവർത്തിച്ച മിഷണറി. ഉത്തരം വളരെ ശരിയാണ്. സമ്മാനത്തുക 5000-ൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചാൽ ആ സമ്മാനത്തുകയായിട്ട് മടങ്ങിപ്പോകാം. അല്ലാത്ത പക്ഷം കഴിഞ്ഞ റൗണ്ടിലെ സേഫ് സോൺ ആയിരിക്കുന്ന 3000 രൂപ കണ്ടിട്ട് തീരുമാനിക്കാം. ഓക്കെ. ഈ റൗണ്ടിലെ മിഷണറി റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം, 11-ാമത്തെ ചോദ്യം: എത്രാമത്തെ വയസ്സിലാണ് ബെർത്തലോമിയോസ് സീഗൻബാഗ് മരണമടഞ്ഞത്? ഓപ്ഷൻ എ 35, ഓപ്ഷൻ ബി 36,
ഓപ്ഷൻ സി 37, ഓപ്ഷൻ ഡി 38. എത്രാമത്തെ വയസ്സിലാണ് ബർത്തലോമിയോ സീഗൻബാഗ് മരണമടഞ്ഞത്? ഭാരതത്തിൽ പ്രവർത്തിച്ച ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിയാണ് ബർത്തലോമിയോ സീഗൻബാഗ്. അദ്ദേഹം ഈ പ്രായത്തിനിടയ്ക്ക് ഭാരതത്തിൽ വെച്ച് തന്നെ മരണമടഞ്ഞു. അതേത് പ്രായമാണ്? തെറ്റിപ്പോയാൽ എത്ര രൂപ കിട്ടും? എത്ര രൂപ കിട്ടും തെറ്റിപ്പോയാൽ? തെറ്റിപ്പോയാൽ 3000-ൽ അവസാനിക്കും. ഇവിടെ നിർത്തിയാൽ 5000-ൽ മടങ്ങിപ്പോകാം. ചുമ്മാ ഒരേറിഞ്ഞേക്കാം, ചെന്ന് കൊള്ളുന്നേ കൊള്ളട്ടെ. ചുമ്മാ എറിഞ്ഞു നോക്കുവാണ്. എനിക്ക് തോന്നുന്നു അറിയാം. ഇല്ല, എനിക്കറിയില്ല. അറിയില്ല. ഓപ്ഷൻ ബി 36. ഓപ്ഷൻ ബി 36 ഉറപ്പിക്കുകയാണ്. സംശയമൊന്നുമില്ല. ഓപ്ഷൻ ബി 36 ഉത്തരം ഉറപ്പിക്കുന്നു. പോയി ചേഞ്ച് ചെയ്യണോ? അവസാനിപ്പിക്കുന്നു? ഇല്ല, എന്തായാലും 3000 രൂപ കിട്ടുമല്ലോ. 3000 രൂപ ധാരാളം. ഓപ്ഷൻ ബി ഉറപ്പിച്ചു കഴിഞ്ഞു. ഓപ്ഷൻ ബി 36 വയസ്സിൽ ബർത്തലോമിയോ സീഗൻബാഗ് മരണമടഞ്ഞു. ഓപ്ഷൻ ബി 36 ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി 36 ഉത്തരം ശരിയാണ്. 6000 രൂപ സമ്മാനം കൃത്യമായി ഉറപ്പിച്ചു. മൂന്നാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്യുന്ന ആദ്യത്തെ മത്സരാർത്ഥിയാണ്. ഇനി നമ്മൾ പോകുന്നത് ബമ്പർ ചോദ്യത്തിലേക്കാണ്. ആ ബമ്പർ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ മുമ്പിൽ വെക്കുന്ന ഒരു ഓപ്ഷൻ, ആ ബമ്പർ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റാണെങ്കിൽ ഈ 6000-ൽ നിന്ന് 3000-ലേക്ക് സമ്മാനത്തുക താഴും. അപ്പോ ആ ഉത്തരത്തിന് അറ്റൻഡ് ചെയ്ത് ശരിയാകുകയാണെങ്കിൽ ബമ്പർ തുകയായ 10000 രൂപ സമ്മാനമായി ലഭിക്കും. ചോദ്യം കണ്ടിട്ട് പിന്മാറിയാൽ മതി. ആ ചോദ്യം കണ്ടതിന് ശേഷം ചോദ്യത്തിന്റെ ആദ്യത്തെ 2 സൂചനകൾ മാത്രമാണ് നൽകുന്നത്. ആ സൂചന ശ്രദ്ധിച്ച് ഉത്തരം പറയാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നെങ്കിൽ മുൻപോട്ട് പോകാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ആ ചോദ്യം അറ്റൻഡ് ചെയ്ത് പരാജയപ്പെട്ടാൽ 3000 രൂപയിൽ മടങ്ങിപ്പോകേണ്ടി വരും. ക്ലിയർ ആണല്ലോ? ബമ്പർ ചോദ്യത്തിന്റെ ആദ്യ സൂചനകൾ ഈ ചിത്രങ്ങളാണ്. ബമ്പർ ചോദ്യത്തിലേക്കുള്ള സൂചനകൾ. ഇത് ഏത് അധ്യായത്തിലാണ് എന്ന് മനസ്സിലാക്കണം. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ആ സൂചനകൾ? ഇത് മിസ്രൈം രാജാവായ ഫറവോനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് അധ്യായമാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ മുൻപോട്ട് പോകാം. അധ്യായം അറിയത്തില്ല. ഏത് അധ്യായത്തിലാണ് എന്നാണ് ചോദ്യം. 37 അത്ര അറിയത്തില്ല. മുമ്പോട്ട് പോകണോ? വേണ്ട, മുമ്പോട്ട് പോകണ്ട. അവസാനിപ്പിക്കുകയാണ്. അധ്യായം അറിയത്തില്ല. അല്ല, ഈ സൂചനകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. സൂചനകൾ മനസ്സിലായി. മിസ്രൈം രാജാവ് ഫറവോനെ നീ മഹാനക്രം എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. പെരുവെള്ളത്തിൽ ഉള്ള മഹാനക്രം. നീ ചേറും ചെളിയും മേലോട്ട് തെളിപ്പിക്കുന്നു. ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ ഇതിനെ എനിക്കായിട്ടുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മിസ്രൈം രാജാവായ ഫറവോൻ പറയുന്ന ഒരു ഭാഗമാണത്. അത്രേ അറിയാം, പക്ഷെ അധ്യായം അറിയില്ല. നമ്മൾ ഒരു പുസ്തകം മാത്രം വെച്ച് ചോദിച്ചിട്ട് അധ്യായം ചോദിച്ചാൽ നമുക്കത് ഉറപ്പായിരിക്കും. പക്ഷെ ഈ ഹോൾ ബൈബിൾ ആകുമ്പോൾ നമുക്ക് അധ്യായം പറയാൻ പ്രയാസമാണ്. ഇത് മിസ്രൈം രാജാവ് ഫറവോനെ കുറിച്ചാണ് പറയുന്നത്. ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടാക്കി. അത് എന്നിട്ട് ചേറും ചെളിയും മേലോട്ട് തെളിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ മത്സരം അവസാനിപ്പിക്കാം. എന്നാലും മുൻപോട്ട് പോവുകയാണെങ്കിൽ ബൈബിൾ കയ്യിൽ തരും പരിശോധിക്കാൻ. അതും 2 മിനിറ്റിൽ താഴെ മാത്രം ബൈബിൾ കയ്യിൽ തരും ഈ വചനം പരിശോധിക്കാൻ. താല്പര്യമുണ്ടോ 3000-ലേക്ക് മടങ്ങി പോകാൻ? 3000-ലേക്ക് മടങ്ങിപ്പോകാൻ താല്പര്യമില്ല. ചോദ്യം ഫേസ് ചെയ്യാൻ തയ്യാറാണ്? ബൈബിൾ തന്നതിന് ശേഷം. ബൈബിൾ തന്നാൽ അല്ല, ഈ ചോദ്യം അറ്റൻഡ് ചെയ്ത് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ 3000-ലേക്ക് പോകും. അത് 2 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്യും. പറ്റില്ല. ഇനി ഈ വാക്യം കണ്ടുപിടിക്കാൻ ഈ ചോദ്യത്തിലേക്ക് മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഈ ബൈബിൾ ഫോൺ തന്നാ ഞാൻ 1 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിച്ചു തരാം. ഫോൺ തരില്ലല്ലോ. എന്റെ ഫോൺ തന്നാ 1 മിനിറ്റ് കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചു തരാം. ഫോൺ നമുക്ക് അനുവദനീയമല്ല. ഈ സൂചനകൾ മാത്രമല്ല,
ചോദ്യം മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇനി 3 സൂചനകൾ കൂടെ ഉണ്ട്. ചിത്രങ്ങളുള്ള 3 സൂചനകൾ. ഇതിപ്പോ ഒരു നദിയുണ്ട്, മത്സ്യമുണ്ട്, മരുഭൂമിയുണ്ട് ഈ ചിത്രത്തിൽ. മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ 2 സൂചനകൾ കൂടെ, അല്ലെ അവശേഷിക്കുന്ന എത്രയോ സൂചനകൾ ഇല്ല. എന്നാലും അത് അധ്യായം കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പൊ എന്ത് തീരുമാനിക്കുന്നു? മത്സരം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അഭിനന്ദനങ്ങൾ. ഉദയാന്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു വന്നെങ്കിലും ഉദയാന്റിയുടെ ബൈബിൾ വായന നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മിഷണറിമാരുടെ ചരിത്രത്തെക്കുറിച്ച് അവസാനം അത് കറക്കി കുത്തിയതാണോ അല്ലയോ? കറക്കി കുത്തിയതാണ്. പക്ഷെ അതിൽ ഒരു ദൈവസഹായം ഉണ്ടായതുപോലെ ഉണ്ട്. മുൻപോട്ട് പോകുകയായിരുന്നെങ്കിൽ, ബൈബിൾ ഞാൻ കയ്യിൽ തരികയാണ്, മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. നമ്മളിവിടെ അവസാനിപ്പിച്ചു എങ്കിലും മുൻപോട്ട് പോവുകയായിരുന്നെങ്കിൽ ഇത് ഒന്ന് പരിശോധിക്കാൻ തയ്യാറാകുകയാണ്. അപ്പോൾ ഇത് അടുത്ത സൂചനകൾ കൂടെ വെളിപ്പെടുത്താം. വീണ്ടും മത്സ്യത്തിന്റെ ചെതുമ്പൽ, മുഴുവൻ മൃഗങ്ങൾ നിൽക്കുന്ന ഒരു ഭാഗം, ചൂണ്ടയിട്ട് മത്സ്യത്തെ പിടിക്കുന്നു. ഏതാണ് ആ അധ്യായം? മൃഗങ്ങളെല്ലാം ഒരുമിച്ച് മേയുന്നു. ഏതാണ് അധ്യായം? കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓക്കെ, 1.5 മിനിറ്റ് സമയമാണ് ബൈബിൾ പരിശോധിക്കാൻ മുൻപിലുള്ളത്. നോക്കാം, ആ 1.5 മിനിറ്റ് സമയം ഈ വാക്യം അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ കഴിയുമോ? പരിശോധിക്കാം. നദിയുണ്ട്, മത്സ്യമുണ്ട്, മരുഭൂമിയുണ്ട്, മത്സ്യത്തിന്റെ ചെതുമ്പലുണ്ട്, ആനയും കരടിയും ആട്ടിൻകുട്ടിയും പുള്ളിപ്പുലിയും ഒക്കെ ഒരുമിച്ച് മേയുന്നു. ഒരു മത്സ്യത്തെ ചൂണ്ടയിൽ കൊളുത്തിയിരിക്കുന്നു. ഏതാണ് അധ്യായം? 35 വെച്ചിട്ടാണ്. ഏതാണ് അധ്യായം? സമയം 1 മിനിറ്റിലേക്ക് കടക്കുന്നു. ഇനി 30 സെക്കൻഡ് കൂടി മാത്രം അവശേഷിക്കും കണ്ടെത്താൻ. കണ്ടെത്താൻ കഴിയുന്നില്ല. മത്സ്യത്തിന്റെ ചെതുമ്പലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം, ചൂണ്ടയിട്ട് പിടിക്കുന്ന ഭാഗം, ഈ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും ഒരുമിച്ച് മേയും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം അത് യെശയ്യാപ്രവചനത്തിലല്ലേ? യെഹെസ്കേലിലുണ്ട്, പക്ഷെ അതെവിടെയാണെന്ന് അറിയത്തില്ല. അറിയില്ല. എവിടെയാണ്? ദൈവത്തിന്റെ മിസ്രൈം രാജാവായ ഫറവോനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അത്രേ അറിയാം. കുറിച്ചാണ് പറയുന്നത്. സമയം അവസാനിച്ചിട്ടുണ്ട്. സമയം അവസാനിച്ചിട്ട് സമയമായി. ഓക്കെ. എങ്കിലും ഒന്നുകൂടെ സമയം അവസാനിച്ചു. നമ്മൾ ആ മത്സരം ഇതുവരെ മുഴുവൻ ആരും എത്തിയിട്ടില്ലാത്തതുകൊണ്ട് ആ മത്സരത്തിന് വേണ്ടി പറഞ്ഞതാണ്. എങ്കിലും അത് വേണമെങ്കിൽ കണ്ടെത്താൻ 1 മിനിറ്റ് കൂടെ പരിശ്രമിക്കാം. ഇനി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് വിട്ടുകളയാം. ഈ 30-നും 40-നും ഇടയ്ക്കുള്ള ഒരു അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. ആ വാക്യം യെഹെസ്കേൽ പ്രവചനം 29-ാം അധ്യായത്തിലെ വാക്യമാണ്. വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്റെ ചെകിളയിൽ ചൂണ്ടൽ കൊളുത്തി, നിന്റെ നദികളിലെ മത്സ്യങ്ങളെ നിന്റെ ചെതുമ്പലിൽ പറ്റുമാറാക്കി, നിന്നെ നിന്റെ നദികളുടെ നടുവിൽ നിന്നും വലിച്ചു കയറ്റും. നിന്റെ നദികളിലെ മത്സ്യമൊക്കെയും നിന്റെ ചെതുമ്പലിൽ പറ്റിയിരിക്കും. ഞാൻ നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയൊക്കെയും മരുഭൂമിയിൽ എറിഞ്ഞ് കളയും. താഴേക്ക്, ഞാൻ നിന്നെ കാട്ടുമൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും ഇരയായി കൊടുക്കും. ഇതാണ് വാക്യം. ഏതായാലും ഇത് കണ്ടുപിടിക്കാൻ പോയിരുന്നെങ്കിൽ 3000 അവസാനിച്ചേനെ. ഏതായാലും ഇത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ബൈബിൾ ബ്രെയിൻസിന്റെ എപ്പിസോഡുകളിൽ വെച്ച് വന്നതിൽ ഏറ്റവും നല്ല മത്സരാർത്ഥിയാണ്. നന്നായി വായിച്ചിരുന്നു, നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ആ ബൈബിൾ ജ്ഞാനം പ്രായോഗികമാക്കി 6000 രൂപ സമ്മാനത്തുക ലഭിച്ചിട്ടുണ്ട്. ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ബൈബിൾ വായിക്കാൻ, ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. വീണ്ടും കാണാം. പ്രേക്ഷകരോട് വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇദ്ദേഹത്തെ പോലെ നമുക്കും ബൈബിൾ വായിക്കാം. അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ചോദ്യത്തിന്റെ
അവസാനത്തെ സൂചന കൂടെ ഇതിനോടൊപ്പം നൽകുകയാണ്. ഈ അവസാനത്തെ സൂചന ശ്രദ്ധിച്ച് നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ നൽകുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഗുഡ് ബൈ. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ അവസാന സൂചന: സദൃശ്യവാക്യങ്ങൾ 15 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ എത്ര തവണയാണ് രണ്ടാം സൂചനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് അയയ്ക്കുക. നിങ്ങളുടെ ഉത്തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുക. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Life. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം, അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9447372726 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Life. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ, ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം, അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയയ്ക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം.